ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ന്യൂസ് ചാനലിലെ നെക്സ്റ്റ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് പാർട്ട് 2 വ്ളോഗാണ് കേട്ടോ. നമ്മൾ അതിരപ്പള്ളിയിൽ നിന്ന് വാഴച്ചാലിലോട്ട് പോകുന്ന ഒരു വഴിയാണ് കേട്ടോ. നമ്മൾ വാഴച്ചാൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടുത്തെ കുറച്ച് കാലാവസ്ഥകളും കുറച്ച് പുഴയുടെ എന്താ പറയുക വെള്ളച്ചാട്ടമൊക്കെ കാണാൻ കേട്ടോ. അതൊക്കെയാണ് ഇനി അടുത്ത അടിപൊളി രസം. സത്യം പറഞ്ഞാൽ അതിരപ്പള്ളി ചെന്ന് ഭയങ്കര ചൂടാണ് കേട്ടോ. സാധാരണ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ മറ്റുള്ളവർ പോയിരിക്കുമ്പോൾ കണ്ടിട്ടുള്ള പോലെ ഒരു വെള്ളച്ചാട്ടവും ഇല്ലായിരുന്നു. അത്രയ്ക്ക് ഭയങ്കര ചൂട് കാലാവസ്ഥയല്ലേ. പക്ഷേ നമ്മൾ നേരെ വാഴച്ചാലിൽ വന്നപ്പോൾ ഉണ്ടല്ലോ, മുകളിൽ ഭാഗത്തായിട്ടായിരിക്കാം വാഴച്ചാൽ. എനിക്ക് അതിൻ്റെ കറക്റ്റ് ഇതൊന്നും പറഞ്ഞു തരാൻ അറിയത്തില്ല. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. നല്ല വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ നല്ല അതിമനോഹരമായ സ്ഥലവും നല്ല വെള്ളച്ചാട്ടവും നമുക്ക് തൊട്ടടുത്ത് തന്നെ നിന്ന് നമുക്കത് കണ്ട് ആസ്വദിക്കാനും പറ്റുന്നുണ്ടായിരുന്നു. അത്ര ഭംഗിയായിരുന്നു കാണാൻ കേട്ടോ. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര സൗണ്ടാണ് കേട്ടോ. ഈ സൗണ്ടിൽ തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. പക്ഷേ ആ സൗണ്ട് ഞാൻ അതിനകത്ത് കൊടുത്ത സമയത്ത് ഞാൻ കൊടുക്കുന്ന വോയിസിനേക്കാൾ കൂടുതൽ എനിക്ക് സൗണ്ടായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ പിന്നെ ആ സൗണ്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. അത്രയ്ക്ക് നല്ല വെള്ളമൊഴുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. അത് മാത്രമല്ല നമ്മൾക്കൊരു പ്രത്യേക ഒരു കുളിർമ ഫീൽ ചെയ്യും. അതായത് ഭയങ്കര ചൂടിൻ്റെ ഇടയിൽ നിന്നിട്ട് അങ്ങോട്ട് വന്ന് നിന്നപ്പോഴത്തേക്ക് അവിടെ ഒരു തണുത്ത അന്തരീക്ഷം കേട്ടോ. ഭയങ്കര തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുറച്ച് നിന്ന് ആസ്വദിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. നിങ്ങൾ അതിരപ്പള്ളിയിൽ വാഴച്ചാലൊക്കെ വന്നിട്ടുള്ളവർക്കറിയാം ഈ പറയുന്നതിൻ്റെ ഒരു ഭംഗി എന്താണെന്നല്ലേ. നമ്മുടെ ഭൂമിയിൽ ഇത്രയും അതിമനോഹരമായ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്കല്ലേ കാണുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിതെല്ലാം കണ്ടിട്ട് പിന്നെ ഞങ്ങൾ നടന്ന് പോവുകയാണ് കേട്ടോ. പോയി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകാനുള്ള പുറപ്പാടാണ് കേട്ടോ. പ്ലാൻ ചെയ്തുള്ള പോക്കൊന്നും അല്ല ഇത്. അപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ കാറിൻ്റെ മണ്ടയിലെല്ലാം കുരങ്ങന്മാരിരിക്കുന്നുണ്ട് കേട്ടോ. കുരങ്ങന്മാർ അമ്മയും അച്ഛനും മക്കളും കുഞ്ഞുമക്കളും എല്ലാം ഉണ്ട് ആ കൂട്ടത്തിൽ കേട്ടോ. പക്ഷെ നമ്മുടെ വണ്ടിയുടെ മുകളിൽ മാത്രം അവർക്ക് കയറിയിട്ടില്ല. ഇനി നമ്മുടെ വണ്ടിയാണെന്ന് അവർക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ അത് ഇരുന്ന് കുരയ്ക്കുന്നുണ്ട്. കുരങ്ങിരുന്ന് ചൊറിയുന്നുണ്ടല്ലേ. എന്തായാലും കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ മാത്രമേ നമുക്ക് വണ്ടിയിൽ കയറാൻ പറ്റില്ല. ഡോറ് തുറക്കാൻ കാത്തിരിക്കുകയാണ് വണ്ടിയിലേക്ക് ഉള്ളിലോട്ട് കയറാൻ വിട്ടത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളീ പോകുന്നത് നേരെ എങ്ങോട്ടാണെന്ന് പ്ലാനിങ് ഇല്ലാത്ത യാത്രയുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ നമ്മൾ വാഴച്ചാലിൽ നേരെ നമ്മൾ പോകുന്നത് മലക്കപ്പാറയ്ക്കാണ് കേട്ടോ. സത്യം പറയാമല്ലോ ഒരു വല്ലാത്ത കാലാവസ്ഥ. ഇപ്പോൾ നമ്മൾ ഒരുപാട് വൈകി ഇന്ത്യ സമയത്താണ് പോകുന്നത്. അപ്പോഴത്തേക്ക് കുറച്ച് ഇരുട്ടൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങി. പിന്നെ വല്ലപ്പോഴും കൂടി ഒരു വണ്ടി ഇങ്ങോട്ട് വരുന്നത് കാണുമ്പോൾ ഒരു സമാധാനം. സത്യം പറഞ്ഞാൽ ഒരുപാട് പേടിച്ച ഒരു സമയമായിരുന്നു. കാര്യം എല്ലായിടവും ആനയുണ്ട്, കുരങ്ങുണ്ട്, പുലിയുണ്ട് എന്നൊക്കെ സിഗ്നൽ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിരുന്നാലും ആ പേടിച്ച് പോകുന്നതിൻ്റെ ഒരു സുഖം നമുക്ക് പിന്നെ കിട്ടുമെന്ന് നമുക്കറിയാം. എന്നിരുന്നാലും കുറേയൊക്കെ പേടിച്ച് തന്നെയാണ് ഞങ്ങളിരുന്നത്. പിന്നെ അത് മാത്രമല്ല അതിപ്പോൾ ഒരുപാട് മൃഗങ്ങളുടെ സൗണ്ടുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ചെടി കണ്ടപ്പോൾ നിർത്തിയ ചെടിയല്ലൊരു മരമാണ് കേട്ടോ. നല്ല പോണം. അതിൻ്റെ പോകുന്ന വഴിക്ക് എന്തായാലും ഒരു മയിലിനെ കണ്ടു കേട്ടോ. അതൊരു ഭാഗ്യം. നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിൽ ഇരിക്കുന്ന മയിലിനെ കാണുമ്പോൾ പോലും നമുക്ക് ഇത്ര ഫീൽ തോന്നത്തില്ല. പക്ഷേ കാട്ടിനുള്ളിൽ അവിടുത്തെ ഒരു മയിലിനെ കാണുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഇഷ്ടം തോന്നും. പിന്നെ ഈ നമ്മൾ കാണുന്ന ഈ വെള്ളം ഒഴുക്കൊക്കെ കാണുമ്പോൾ അതിനും ഒരു പ്രത്യേക സൗന്ദര്യം. പക്ഷേ നമ്മുടെ വീടിൻ്റെ അടുത്താണെങ്കിൽ നമുക്ക് അത്രയ്ക്ക് വലിയൊരു സുഖമൊന്നും തോന്നില്ല. വേറൊരു സ്ഥലത്ത് പോയി കാണുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണല്ലേ. പിന്നെ പോകുന്തോറും അങ്ങോട്ട് പോകുന്തോറും ഒരുപാട് മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ കാണാൻ തുടങ്ങി. പക്ഷികളെ എനിക്ക് തോന്നുന്നു വൈകുന്നേരം ആയ സമയത്ത് അധികമൊന്നും കണ്ടില്ല. പക്ഷേ എന്നാലും കുരങ്ങന്മാർ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ വാഴച്ചാൽ വെച്ച് കണ്ടിട്ടുള്ള നമ്മുടെ സാധാരണ കുരങ്ങല്ല. ഇവിടെ കാണുന്ന മൊത്തം സിംഹവാലൻ കുരങ്ങാണ് കേട്ടോ. ഇവിടെ മൊത്തം സിംഹവാലൻ കുരങ്ങിൻ്റെ ഒരു മേളം തന്നെയായിരുന്നു കേട്ടോ. അങ്ങോട്ട് ചാട്ടെ ഇങ്ങോട്ട് ചാട്ടെ ഇവരിങ്ങനെ ഓടിച്ചാടുന്നത് കാണാൻ നല്ല രസം. പിന്നെ നമ്മൾ വണ്ടി നിർത്തുന്ന സമയത്ത് ഇവർ നമ്മളെ നോക്കാറുണ്ട് കേട്ടോ. അവർക്ക് കറക്റ്റായിട്ട് അവരുടെ ഒരു വാസസ്ഥലത്തോട്ട് നമ്മൾ ചെന്നിട്ട് എന്തോ ശല്യം ചെയ്യുന്നത് പോലെ ഓരോ നോട്ടങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അവർ നോക്കുന്നതൊക്കെ നിങ്ങൾക്കും കാണാൻ കേട്ടോ. ചാടി ഓടി പോകുന്നെങ്കിൽ നമ്മുടെ വണ്ടിയിലോട്ടൊക്കെയാണ് കേട്ടോ. ഇവളെന്നാരെ വിട്ടിട്ട് ഈ ഫോൺ എടുത്ത് വെച്ചിട്ട് എന്തോ ചെയ്ത് ഫോണാണെന്ന് അവർക്ക് അറിയത്തില്ല. എങ്കിൽ തന്നെയും കഴിക്കാനുള്ള വല്ലതാണെങ്കിൽ തപ്പിക്കൊണ്ട് പോകാമെന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നു. അവരൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നോക്കി നല്ല എന്ത് മനോഹരമായ ഒരു സ്ഥലമാണെന്ന് നോക്കിക്കേ. അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ അങ്ങേയറ്റം ഒരു ഡാം കാണുന്നുണ്ട്. പക്ഷേ ആ ഡാം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ മലക്കപ്പാറ എത്തിയിട്ടുണ്ട് കേട്ടോ. മലക്കപ്പാറ 6 മണിക്ക് ശേഷം നമുക്ക് ഫോറസ്റ്റിൽ നിന്ന് വണ്ടി അങ്ങോട്ട് വിടാത്തതുകൊണ്ട് നമ്മളിവിടെ സ്റ്റേ ചെയ്യുവാണ് കേട്ടോ. ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നമ്മൾ ഇതേ റൂട്ട് തന്നെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടുത്തെ ഒരു രാത്രി കാലാവസ്ഥ എന്ന് പറയുന്നത് ഇവിടെ 9 മണിയാകുമ്പോൾ എല്ലാവരും അടച്ച് വീട്ടിനുള്ളിൽ കയറും. കാരണം ഇവിടെ ആനയുടെ ശല്യമുണ്ട്, കരടിയുടെ ശല്യമുണ്ട്, എല്ലാം ഇവിടെ രാത്രി ഇറങ്ങാറുണ്ട്. അത് കാരണം നമ്മൾ അടുത്ത് അവർ മുന്നേ പറഞ്ഞിട്ടുണ്ട് 8 മണിക്ക് മുന്നേ ഫുഡ് വാങ്ങിച്ച് കഴിക്കുക, അതിനുശേഷം നിങ്ങളെ റൂം ക്ലോസ് ചെയ്ത് അകത്തിരിക്കുക, പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാലാവസ്ഥ ഇതാണ്. ഭയങ്കര കോടയായിരുന്നു കേട്ടോ. ഞങ്ങളെന്തായാലും കുറച്ച് പഴങ്ങളൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് കഴിച്ചു. അവരൊക്കെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മളും ക്ലോസ് ചെയ്ത് കയറി കേട്ടോ. കബാലി എന്ന് പറയുന്ന ഒരു ആനയെക്കുറിച്ച് നിങ്ങൾക്കറിയാലോ. അത് ഏറ്റവും കൂടുതൽ വരുന്ന സ്ഥലമാണിതെന്ന് അവർ പ്രത്യേകം പറഞ്ഞു. ആരും അപ്പുറത്തെ വളവിനും ഇപ്പുറത്തെ വളവിനും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പാടില്ലെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ലാസ്റ്റ് KSRTC വരുന്നത്. പക്ഷേ അതെൻ്റെ കയ്യിൽ നിന്ന് പോയി കേസ് ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യല്ലേ. അപ്പം പിറ്റേ ദിവസം രാവിലെ
രാവിലെ ഞങ്ങൾ എഴുന്നേറ്റിട്ടുണ്ട് 6 മണിക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, തിരിച്ചു പോകണമല്ലോ. അപ്പോൾ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പക്ഷേ നോക്കിയപ്പോൾ ഒരു കുഞ്ഞു പോലും അവിടെ എങ്ങും ഇല്ല കേട്ടോ. ഉള്ളിലൊക്കെ സത്യം പറഞ്ഞാൽ വാതിൽ തുറക്കാൻ തന്നെ പേടിയായിരുന്നു കേട്ടോ. രാത്രിയിലെ അവരൊക്കെ നമ്മളെ പറഞ്ഞ് പേടിപ്പിച്ചതല്ല, സത്യത്തിൽ അങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും റെഡിയായിരിക്കുകയാണ്. ആ നാട്ടിലുള്ള ഒരു വീടുകളിൽ പോലും വാതിൽ തുറന്നിട്ടില്ല. അവർക്കറിയാം ഈ ടൈമിലും ഒക്കെ അവിടെ മൃഗങ്ങൾ ഇറങ്ങാറുള്ളതാണെന്ന്. പക്ഷേ നമുക്ക് പോകേണ്ടതുകൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ചെക്ക് പോസ്റ്റിൽ ചെന്നിട്ട് അവിടെ നിന്ന് നമ്മൾ പാസ് എടുത്തിട്ട് വേണം നമുക്ക് തിരിച്ച് വന്ന വഴി തന്നെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ആ വാഴച്ചാൽ വഴി തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളവിടെ പോയി പാസ്സൊക്കെ എടുത്ത് തിരിച്ച് പോവുകയാണ്. തിരിച്ച് പോകുന്ന വഴിക്ക് വീണ്ടും രാവിലത്തെ ഒരു കിളിനാദം മക്കളെ, വൈകുന്നേരം കിട്ടാത്ത ഒരു പേടി സ്വപ്നമല്ല രാവിലത്തെ കിളിനാദം എന്ന് പറയുന്നത്. അതിമനോഹരമായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ രാവിലെ 6 മണിക്ക് തന്നെ അവിടുന്ന് മലക്കപ്പാറയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങനെ വരുന്ന വഴിക്ക് നോക്കിയപ്പോൾ വീണ്ടും നമ്മൾ കാണുന്നത് ഇതാണ് മലയണ്ണാൻ കേട്ടോ. മലയണ്ണാനെയൊക്കെ നമ്മളങ്ങനെ നാട്ടിൻ പുറത്തൊന്നും കാണാൻ കിട്ടില്ല, ഇതുപോലെ കാട്ടുകളിൽ ചെന്നാലേ കാണാൻ പറ്റും. അപ്പം നമ്മൾ തലേദിവസം വൈകുന്നേരം കണ്ട അതേ ഒരു സ്ഥലം തന്നെയാണ്. പക്ഷേ ഇവിടെ നിർത്താനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന വഴിക്ക് തന്നെ ഒരുപാട് കിളികളുടെ കരച്ചിൽ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പലതരത്തിലുള്ള കിളികളാണ് കേട്ടോ. ഇത് ഏതൊക്കെ കിളികളാണെന്നോ നമ്മുടെ ലൈഫിൽ പോലും ഒരു ഇതിൽ പോലും നമ്മുടെ നാട്ടിലോ എവിടെയും പോലും കണ്ടിട്ടില്ലാത്ത ഒരുപാട് സൈസ് വെറൈറ്റി കിളികൾ, ചെറുതും വലുതുമായ എല്ലാ കിളികൾക്കും പല 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 സൗണ്ടുകളൊക്കെയാണ് കേട്ടോ. അത് ആസ്വദിക്കുക എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. പക്ഷേ ഈ സൗണ്ടൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്ത സമയത്ത് അതിൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ട് വന്നതുകൊണ്ട് എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനത് മാറ്റിയത് കേട്ടോ. അപ്പോൾ ഈ ഇരിക്കുന്ന കിളിയെ കണ്ടോ, ഇത് കാക്കയല്ല കേട്ടോ. ഇതിൻ്റെ വാലൊക്കെ വേറെ രീതിയിൽ ഇരിക്കണതാണ് കേട്ടോ. അതിൻ്റെ പേര് എനിക്ക് എന്തുവാന്ന് കറക്റ്റ് അറിയത്തില്ല. പിന്നെ ഇതായിരിക്കുന്നുണ്ട് നമ്മുടെ വേഴാമ്പലിൻ്റെ വേറൊരു കിളിയാണ് കേട്ടോ. വേഴാമ്പൽ തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട്, എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നില്ല. പക്ഷേ ഇത് പറന്നു പോകുന്ന ഒരു വീഡിയോ എടുക്കാമെന്നും പറഞ്ഞ് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. പക്ഷേ അത് നമ്മൾ ഇരുന്ന് നോക്കുന്നത് കൊണ്ട് തന്നെ അവിടെ നനങ്ങാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്തായാലും എനിക്കത് വീഡിയോ കിട്ടിയിട്ടുണ്ട്, പക്ഷേ അത്ര ക്ലാരിറ്റി ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പം എന്താണ് നമ്മുടെ വേഴാമ്പൽ പറഞ്ഞ അപ്പുറത്തെ മരത്തിലുണ്ട്. പിന്നെ ഈ കിളികളെല്ലാം ഇവിടെ വന്നിരിക്കാൻ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഇവിടെ എല്ലാം നിൽക്കുന്ന മരങ്ങളിൽ നിറയെ ഫ്രൂട്ട്സുകളാണ്. നമ്മളെ നാട്ടിൽ കിട്ടുന്ന ആപ്പിളും ഓറഞ്ചും ഒന്നും അല്ല കേട്ടോ. ഇവിടെ നിൽക്കുന്ന ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു കാകളാണ്. അവിടെ ഒരു മരത്തിനകത്ത് ആ കാക്ക പോലെ ഇരുന്ന് കിളിയിരുന്ന മരമില്ലേ, അതിൽ നിറയെ ഒരു മഞ്ഞ കളറിലെ കണ്ടില്ലേ നിങ്ങൾ, ഇതാണ് ആ മഞ്ഞ കളറിലെ കുറേ കാകളുണ്ട് കേട്ടോ. ഇത് കഴിക്കാനും അവിടെ ഒരു മാവ് നിൽപ്പുണ്ട്. മാവെന്ന് പറഞ്ഞാൽ കാട്ടുമാവാണെന്ന് തോന്നുന്നു, പൊടിപ്പൊടി മാങ്ങ പിടിക്കുന്നത്. അങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു ഫ്രൂട്ട് ഐറ്റങ്ങൾ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ ഈ കിളികളെല്ലാം വരുന്നത് കേട്ടോ. സത്യം പറയല്ലേ, കണ്ടത് ആസ്വദിക്കാമെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ തിരിച്ചു വന്ന വഴി വീണ്ടും ഒരു മലയണ്ണാനെ കണ്ടിട്ടുണ്ട് കേട്ടോ. ആളവിടെ നിന്ന് രാവിലത്തെ ഭക്ഷണം കഴിക്കണം. ഇവരെല്ലാവരും എനിക്ക് തോന്നുന്നു രാവിലെയാണ് ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കാനായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഇവരെല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കുന്നതൊക്കെ കണ്ട് നമ്മളും കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ പോയിട്ടുള്ളവരും കമൻറ്റ് ചെയ്യണം, പോകാത്തവരും കൂടി കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ പറയുമ്പോൾ ബാക്കികളൊക്കെ മിസ്റ്റേക്ക് വരുന്നത് എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ മലയണ്ണാൻ്റെ അടുത്ത് തന്നെ നമ്മുടെ കുരങ്ങച്ചന്മാർ ഇരിപ്പുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പോയപ്പോൾ കാണാനുണ്ട് 2 കോഴി. ഈ കോഴി നാട്ടുകോഴിയല്ല കേട്ടോ, ഇത് കാട്ടുകോഴിയാണ് ശരിക്കും. ഇതിന് തീരെ മെലിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മൾ റിട്ടേൺ പോകുന്ന മലക്കപ്പാറയിൽ തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ. നെക്സ്റ്റ് എപ്പിസോഡ് കാണുക. ഓക്കെ.